ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഹൂസ് ഗെയിമർ. അപ്പോൾ ഗായ്സ് നമ്മളിതാ പുത്തൻ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ് നമ്മൾ സിസ്റ്റി എക്സ്പ്ലോറിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഗൈസ്. അതെ, നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പാർട്ടി നമ്മളാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോയും കോഡും കൂടെ ഇത് പറഞ്ഞു തരാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നടത്തിയ സ്ഥലത്തോട്ട് പോകണം, അല്ല വേണ്ട. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പോവാം. ഫസ്റ്റ് വീടെന്ന് പറയുന്നത് എന്താ, അതാണ് നമ്മളെ വീട് കഴിഞ്ഞോട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കോഡ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ മറന്നുപോയതാണ്. ഈ ഏട്ടത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കോഡ് പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അതെ, എന്തായാലും കോഡ് പറഞ്ഞതിന് വല്ല തെറ്റ് വന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇതാണ്. ഓക്കേടാ, അങ്ങനെ നമ്മൾ പിന്നെ മാർക്കറ്റിൽ എത്തി. ഇവിടുന്ന് കുറേ സാധനങ്ങളൊന്ന് മോഷ്ടിക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ ഫുഡ് മോഷ്ടിക്കാം. ഇന്ന് ഞാൻ മോഷണം നടത്തി വലിയ ആളാവും. ഇതൊക്കെ കൊണ്ട് വിൽക്കണം. ഫസ്റ്റ് മോഷണം ചെയ്തിട്ടുണ്ട്. അടുത്ത മോഷണം നമുക്ക് ബ്ലോക്കുകളാവും. ഫേമസ് ആയിട്ടുള്ള ബ്ലോക്കൊക്കെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് തോക്ക് മോഷ്ടിക്കണോ? അല്ലേ വേണ്ട, തോക്കിൻ്റെ ആവശ്യം എനിക്കില്ല. കുറേ തോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാർ റോബറി ചെയ്യാൻ പോകും. അതെ, കാർ റോബറി നടത്തി അതുകൊണ്ട് വിൽക്കണം. ഇത് നൈസ് കാറാണ്, പക്ഷേ എനിക്ക് വേറെ കാർ വേണം. നമുക്ക് പെട്ടെന്ന് കാർ റോബറി നടത്തുന്ന സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മൾ കാർ റോബറി നടത്തുന്ന സ്ഥലം. ഇനിയിപ്പോൾ കയറി നമുക്ക് കാർ റോബറി നടത്താം. ഓക്കേടാ, എടാ സോമ, നീ ഇറങ്ങടാ. നിന്നെ നമ്മൾ പിടിച്ചിരിക്കുന്നു. അതെ, ഇവനെ നമ്മളെ പിടിച്ച്. ഇവനാണെങ്കിൽ കുറേ മോഷണമൊക്കെ നടത്തി. അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ സാറേ, ഇനി വെറുതെ വിട് സാറേ, ഞാനൊന്നും ചെയ്തില്ല സാറേ. നീ ഒന്നും പറയണ്ട, ഞങ്ങൾക്കാണ് CCTV ക്യാമറയിൽ നിന്ന് വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സാറേ, ഞാനൊന്നും ചെയ്തില്ല. ഇതല്ലേടാ ഫ്രാങ്ക്ലിൻ്റെ വീട്. അതേ സാറേ, അവൻ പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തത്. അവൻ പറഞ്ഞിട്ടാണെന്നോ? എന്നാൽ ശരിയടാ, നിന്നെ ഞാനിപ്പോൾ ലോക്കാക്കാൻ പോകണേ. നീ എവിടുന്ന് അനങ്ങിപ്പോയേക്കില്ലേ? ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. അത് ഞാൻ നിന്നെ ലോക്കാക്കിയതാണോ അതോ നീ ഇവിടെ നിൽക്കുക കേട്ടാ? സ്റ്റോപ്പ് വാക്കിങ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പം ഇവനെ ഇവിടെ അങ്ങ് ലോക്കാക്കാം. ഇവിടെ ചെന്ന് വല്ല എവിഡൻസ് വല്ലതും കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട്, എവിഡൻസ് വല്ലതും കിട്ടുക അപ്പം തന്നെ അവനെ തൂക്കണം. ഓക്കെ എടാ, നീ ഇവിടെ തന്നെ നിന്നോണം. ഓക്കെ സാർ. ഇവിടെ നിന്ന് വല്ല എവിഡൻസ് തൂക്കട്ടെ. ഈ സോമൻ പറയുന്നില്ല, ഞാൻ കേട്ട്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റി. ഇവൻ കാരണം എന്താടാ എനിക്ക് പറ്റുന്നത്? ഇവൻ കാരണം ഞാൻ അവനെ മോഷണം ചെയ്യാൻ പറഞ്ഞു വിട്ടേന്നൊക്കെ അവൻ പറയുന്നു. കള്ളപ്പന്നി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് കടക്കാം. അതൊന്നും നോക്കാൻ നമുക്ക് ഒട്ടും സമയമില്ല. നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വീഡിയോ നമ്മൾ ക്ലാസിക് മാൻഷനാണ്. അതെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈം നമ്മൾ കാണും വലിയൊരു ഹാളാണ്. അവിടെ ആയിട്ട് നല്ലൊരു TV ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ട് പിന്നെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ TVയുടെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത്? മിററൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് ലാമ്പ് ഇരിപ്പുണ്ട്, നമ്മളെ വീട്ടിലില്ലാത്ത സാധനം. ഓക്കെ, അടുത്തതായിട്ട് ഇരിക്കുന്നത് നമ്മളെ വേണ്ടി ടീൻ മേശയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ കിച്ചണുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നത് മേലോട്ട് കയറുമ്പം 1 2 3 റൂമുണ്ട്. ഫസ്റ്റ് റൂമെന്ന് പറയുന്നത് ഹോം തിയേറ്ററാണ്. ക്ലാസിക് മാൻഷൻ തന്നെയാണിത്, ഹോം തിയേറ്റർ. ഓക്കെ, അടുത്തതായിട്ട് കയറുന്നത് നമ്മളൊരു റൂമിനകത്താണ്. ഓക്കെ, ഇത് ബെഡ്റൂമാണ്, നൈസ് ബെഡ്റൂം. ഇവിടെ ആയിട്ട് കുറേ പെയിൻറ്റിങ് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് കയറുന്നത് ഈ റൂമിനകത്ത് മിറർ ഇരിപ്പുണ്ടല്ലേ. ഓക്കെ, ഇത് അടുത്തായിട്ട് കയറുന്ന ഒരു നല്ല പിള്ളേരുടെ റൂമിലാണ്, സ്മോൾ ബെഡ്റൂം. ഇവിടെ നമ്മൾ ഫാമിലിയായിട്ട് കിടക്കുന്ന പിള്ളേർ കിടക്കാനുള്ള സ്ഥലമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ ആയിട്ടുള്ളത്. നല്ല ബെഡ്റൂം ഇത് ഞാൻ മേടിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങണം. എന്നിട്ട് ഇവിടുത്തെ ഡോറ് കണ്ടുപിടിക്കുക ഭയങ്കര പാടാണ്. എനിക്ക് ഇവിടുത്തെ അതല്ലേ ഞാൻ സിറ്റി എക്സ്പ്ലോറിങ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് ഇറങ്ങണത്. ഓക്കെ, അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതടുത്ത എല്ലാ വീടും നമ്മൾ കയറി ഇറങ്ങി നടക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് മോഡേൺ അപ്പാർട്ട്മെൻ്റ് ആണ് ഗൈസ്. അത് മോഡേൺ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആയിട്ട് ചെറിയൊരു TV സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ PC സെറ്റപ്പ് ഉണ്ട്. അതിനായിട്ട് കൺട്രോളർ ഉണ്ടല്ലേ, ഞാൻ കീബോർഡിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ മേലോട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു സോഫയുണ്ട്. TV നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇത് കിടപ്പുണ്ട്, ഇരിക്കുന്ന സാധനം. ഓക്കെ, അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ഇവിടെ ആയിട്ടൊരു ഇതാണ്, വലിയൊരു TV ആണോ അത് വേറെ എന്തെങ്കിലും ആണോ? വലിയൊരു TV ആണ് നമ്മളിവിടെ കാണുന്നത് അടുത്തതായിട്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ആയിട്ടൊരു ബെഡാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ലാമ്പ് ഇരിപ്പുണ്ട്. നമ്മളെ വീട്ടിലാണ് അപ്പോൾ ലാമ്പ് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ സോമൻ കാണിച്ച പരിപാടി അത്ര റെഡി ആയില്ല. പിന്നെ ഇത് ഇവിടുന്ന് താഴോട്ട് ചാടാം. ഓക്കെ, അപ്പോൾ ഇതാണ് പുറത്തു നിന്നുള്ള വ്യൂ.
പിന്നെ അടുത്ത വീടാണ് നമ്മളെ അവിടെ തന്നെ അടുത്തുള്ള രണ്ടാമത്തെ വീട്. പിന്നെ ഗ്യാരാജൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണിക്കാനുള്ള സമയമില്ല. നമ്മളെ കൂട്ടത്തിൽ ഗ്യാരാജൊന്നുമില്ല. ഇവിടെ ആയിട്ടൊരു കാർ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വീട്. ഇവിടെ മോഡേൺ ഹൗസാണ്, നമുക്കത് മേടിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നല്ലൊരു രസമുള്ള സ്ഥലമൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പ്രിൻ്റർ ഇരിപ്പുണ്ട്. കീബോർഡ് ഇവിടെ പോടാതെ, കീബോർഡ് ഇല്ലാതെ അങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ട് മറ്റേ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന സൈസ് ഒരു സാധനമുണ്ട്. പിന്നെ അവിടെ ആയിട്ട് ഗിറ്റാറൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ ചാടി കയറുമ്പം ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ബാത്റൂമുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു മിനി ബെഡ്റൂമുണ്ട്. ഇവിടെ തന്നെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ വലിയ ഇതാക്കണ്ട. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അമേരിക്കൻ ഹൗസിലോട്ടാണ് കയറുന്നത്. ഇതാണ് നമ്മളെ വീഡിയോ അവസാനിപ്പിച്ച സ്ഥലം. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടോട്ട് കയറാം. ഓക്കെ, ഇവിടായിട്ടൊരു ചിമ്മിനി ഉണ്ട്. ചിമ്മിനി കൊള്ളാം കേട്ടോ, നൈസ് ചിമ്മിനി. ഓക്കെ, ഇവിടായിട്ട് ഒരു അലങ്കാരമൊക്കെ ആയിട്ട് ഏതാണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടായിട്ടൊരു ചെറിയ സ്റ്റെപ്പുണ്ട്. എൻ്റെ മോന് വീട് ചെറുതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നിറച്ച് റൂം. ഓക്കെ, ഇത് നമ്മൾ അവിടെ കണ്ട രീതിയിലുള്ളൊരു ചെറിയ റൂമാണ്. ഇവിടെ ട്രെഡ്മില്ലൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് മേടിക്കാമെന്ന് വിചാരിച്ചല്ലോ, ഇവിടെ കണ്ടില്ല. ഓക്കെ, ട്രെഡ്മിൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു വലിയൊരു റൂമിലേക്കാണ്. ഒരു ഇടുങ്ങിയ റൂമാണെങ്കിൽ നല്ല രസമാണ് കിടക്കാൻ. വലിയൊരു ബെഡൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് അടുത്ത വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഓക്കെ, ഇവിടെ ആയിട്ടൊരു ടി വി ഉണ്ട്. ഇതാണ് ആ ടി വി, നമ്മളെ വീട്ടിൽ ഇരിക്കുന്നോട്ട് തന്നെ. പിന്നെ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് റൂം ഇവിടെ ഇനി അകത്തോട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ആയിട്ട് ചെറിയൊരു കിച്ചണുണ്ട്. ഇവിടെ ആയിട്ട് ഇവിടെ ബാത്റൂം ഉണ്ട്. ഓപ്പൺ എയറിൽ ബാത്റൂം. ഇവിടുത്തെ ഡോറ് വല്ലതും മുച്ചൂടി അമ്മമാർക്ക്. എനിക്ക് വന്ന് ഓപ്പൺ എയർ കിട്ടാനായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് കാണുന്നത് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ അവിടെ ആയിട്ട് നമ്മുടെ ബീച്ചുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറത്തെ മതിലിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ കൂടെ കയറി ചെല്ലുമ്പോഴേ നമ്മൾ ഫസ്റ്റിന് കയറുന്നത് നമ്മുടെ ടീനേജിൻ്റെ അവിടെയാണ്, അടുക്കളയുടെ അവിടെ തന്നെയാണ് നമ്മൾ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബെഡുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു സോഫയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ താഴെ ഒരു പി സി എന്ന് പറയാൻ പറ്റില്ല, ഒരു ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് റൂമുണ്ട് സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട്. ഓക്കെ, ഇത് പിന്നെ അലമാരി ഉണ്ട്. ബാത്റൂം ഉണ്ട്, ഇതാണെന്ന് തോന്നുന്നത്. ബാത്റൂം നേരത്തെ കണ്ടായിരുന്നു. ഓക്കെ, ബാത്റൂം കണ്ടില്ലെന്ന് തോന്നുന്നേ. ഓക്കെ, ആ ബാത്റൂം കണ്ടിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബാത്റൂം അതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കയറി ചെല്ലേണ്ടത് എവിടോട്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അവിടെ കയറി ചെല്ലാം. ഇവിടുത്തെ സ്റ്റെപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട വീട്. ഇവിടെ നല്ലൊരു നൈസ് ഹൗസാണ്. പിന്നെ മേളോട്ടൊക്കെ ഒന്ന് കയറാം. ഓക്കെ, അടുത്തതായിട്ട് മേളിൽ ഒരു ചില്ലടിക്കുന്ന ഏരിയ ഉണ്ട്. നൈസ് ഏരിയയാണ്. ഇവിടെ അങ്ങ് ചില്ലടിക്കിയിരുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഫാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണ്ട് അവിടെ കൂടെ പ്ലെയിനൊക്കെ പറക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി താട്ടാട പോച്ച് എൻ്റെ പെണ്ണുമുള്ള എൻ്റെ കാശിങ് തിരിച്ചതാ, അല്ലേ വേണ്ട. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കാറും എടുത്തുകൊണ്ട് നേരെ അടുത്ത വീട്ടിലോട്ട് പോകാം. അടുത്ത വീട് ഇതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ കയറിയ വീടല്ലേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കോഡാണ് ഗൈസ് പറയാൻ പോകുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള വീടൊക്കെ പറഞ്ഞാണ്. ഓക്കെ, അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ഫസ്റ്റ് കോഡെന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്ന കോഡാണ്. കോയിൻസ് കോഡാണ് ഇത്. അത് നമ്മൾ അടിച്ചാൽ നമ്മളെ ചുറ്റിനും കോയിൻ വന്ന് കിടക്കും. ഇതിങ്ങനെ നമുക്ക് കുറേ വട്ടം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുറേ പൈസ കിട്ടും. പിന്നെ ഞാൻ ഫസ്റ്റ് അടിച്ചത് തെറ്റാണ്. അത് 3 0 വേണം രണ്ട് സൈഡിലും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ആ ഒരു കോഡ് എൻ്റർ ചെയ്യുകയാണ്. പൈസ വരുന്ന കാണിക്കണ്ടേ. പിന്നെ ഇവിടെ ആയിട്ട് കുറേ പൈസ ഇടിച്ച് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പൈസ വരുന്ന കോഡ്. അടുത്തതായിട്ട് മനുഷ്യരെ വരുത്തുന്ന കോഡുണ്ട്. അതൊക്കെ അടിച്ച് കാണിച്ചാൽ കുറേ കൂടെ ലെങ്ത് ആയി പോകും. ഓക്കെ, അപ്പോൾ വീട് തന്നെ കാണിക്കാൻ പറയുന്ന പാടുപെടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണുന്നത് ഏത് വീടാണ്. ഓക്കെ, അടുത്തതായിട്ട് ഒരു കോഡ് അടിക്കണം. ബാക്കിയുള്ള കോഡിൻ്റെ ഇതൊക്കെ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇതിനകത്ത് പിന്നെ കോഡൊന്നും അടിച്ചു വെക്കാൻ നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് കോഡ്. വേണമെങ്കിൽ എഴുതിയെടുത്ത് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തു. പിന്നെ ഇതാണ് കുറേ കോഡുണ്ട് ഇതിനകത്തിൽ. നമ്മൾ മനുഷ്യനെ വരുത്താൻ പറ്റും. പിന്നെ ഗ്രാഫിക്സൊക്കെ മാറ്റാൻ പറ്റും. കോഡ് അടിച്ചല്ലേ, ഗ്രാഫിക്സ് വേണ്ടി ഇവിടെയാണ് മാറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പം അടുത്തതായിട്ടുള്ള വീട് വേണ്ടി ഇതാണ്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കയറിയ വീടായ നമുക്ക് എല്ലാവരും ഒരു വീടുണ്ട്. ഇവിടെ ആയിട്ടൊരു കടയൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, കടയൊക്കെ തുണി മേടിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു വീട് മാത്രം വിട്ടുകൊണ്ട് അതുകൊണ്ട് അതാണ് ആ വീട് ഗൈസ്. ഓക്കെ, ഇങ്ങനെയാണ് ആ വീട്. നമ്മൾ എക്സ്പ്ലോറിങ് പകുതിയും തീരാറായിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ
ലാസ്റ്റ് എപ്പിസോഡ് വരുന്നതായിരിക്കും. ഇനി എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഫസ്റ്റ് തന്നെ ഒരു ബെഡ്റൂം ഗൈസ്, ബെഡ്റൂമല്ല കക്കൂസ്, കയറി ചെല്ലുമ്പോഴേ കക്കൂസ് ഗൈസ്, എന്തെടുക്കാനാന്ന് പറയാം. കക്കൂസ് കൊണ്ടുവെക്കാൻ കണ്ട സ്ഥലം. ഓക്കെ, ഇവിടെ ആയിട്ടൊരു ബെഡുണ്ട്, സോഫയുണ്ട്, പിന്നെ ഇവിടെ ആയിട്ടൊരു PC സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഇവിടെ കീബോർഡ്, ഇവിടെ ആയിട്ടൊരു ഇതുണ്ട്, പ്രിൻ്റർ, പിന്നെ ഇവിടെ ആയിട്ട് ഒരു TV ഉണ്ട്, നൈസ് TV ആണ്. അവിടെ ആയിട്ടൊരു പാട്ട് കേൾക്കുന്ന സംഭവമുണ്ട്. ഇതെല്ലാം ഇടയ്ക്കേറി വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് പകുതി ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടെറസാണ്. പിന്നെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇവിടെ പിന്നെ കടലൊക്കെ ചെറുതായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഔട്ടർ പറയാം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്തൊക്കെ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ബായ്. അതിനാളാ ബായ് പറയാൻ പറഞ്ഞു. എൻ്റെ ഒന്നും ഇല്ല. എടാ ഒന്ന് ജയിലിൽ കിടക്കാൻ നോക്കൂ, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ച്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ ഇടാം.